ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡോക്ടർ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും ഒപ്പം ഫേമസ് യൂട്യൂബറായ അസ്ലാമേരി എന്ന ഹിലയുടെ ഒരു അഭിമുഖം കണ്ടു നോക്കാം. പൊടീസ് സന്ദർശിക്കാനെത്തിയ ഹിലയും ഉമ്മയും ഒപ്പം ഡോക്ടറും ആരതിയും ചേർന്നുള്ള ഒരു ഇന്റർവ്യൂ മോഡലിലുള്ള ഈ വീഡിയോ അസ്ലാമേരിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അതിൻ്റെ കുറച്ച് ഭാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ഡോക്ടർ ഒരു ഇന്റർവ്യൂ മോഡലിൽ തന്നെ തുടങ്ങിയ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇത് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഹിലിയറ ചാനലാണ്. ഹിലിയറ ചാനലിൽ നമ്മളൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാ. ഇന്റർവ്യൂ ഒന്നുമല്ല, ക്യാഷ് ടോക്ക് ആണ്. എന്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ലിനെ ഏറി കയറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന് ഏറി കയറിയിട്ട് രാജ്യത്ത് നിന്ന് നാട് വിട്ടു പോയാണ്. തിരിച്ച് ഇന്ന് ഇറങ്ങിയതുള്ളൂ. ഇന്ന് തിരിച്ചു കയറി. നിനക്കിപ്പോ അവാർഡ് ലണ്ടനിലൊക്കെ അല്ലായിരുന്നു, നാട്ടിൽ വന്നതല്ലേ, നമുക്കൊന്ന് ഏറി കയറാം എന്ന് പറഞ്ഞാണ് ഡോക്ടർ ഇന്റർവ്യൂ തുടങ്ങുന്നത് തന്നെ. കുറേ നാളായില്ലേ എയറിലൊക്കെ കയറിയിട്ട്, അതുകൊണ്ട് നമുക്ക് എയറിൽ കയറാനുള്ളൊരു വകുപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഇന്റർവ്യൂവിൽ അസ്ലയും ആരതിപ്പൊടിയും നല്ലതായി എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ ഇന്റർവ്യൂ മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഡോക്ടർ തനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും ഈ ഇന്റർവ്യൂവിനിടയ്ക്ക് നമ്മളെ ബോധിപ്പിക്കുന്നത് കൂടിയുണ്ട് എന്നുള്ളത് ഈ ഇന്റർവ്യൂവിന്റെ പ്രത്യേകതയാണ്. ഡോക്ടർ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അസ്ലാമേരി വഴി നൈസായിട്ട് പുറത്തെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ഡോക്ടർക്ക് 2024 ഇപ്പോഴും ജനപ്രതിയുള്ള ഇൻഫ്ലുവൻസർ അവാർഡ് മേടിച്ച ശേഷം ഉള്ള വീഡിയോ ആണ്. അസ്ലാമേരിക്കും ആ ഫംഗ്ഷനിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ഈ വീഡിയോയ്ക്കകത്തൂടെ നമ്മളോട് പറയുന്നത്. അത് എന്ത് അവാർഡാണെന്ന് ചോദിക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടത്. ലൈഫ് സ്റ്റൈൽ ആൻഡ് വെൽനസ് എഡ്യൂക്കേറ്റർ. വലിയ പേരാണ്, അത് ഓർത്തിരിക്കാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് പകരം അവാർഡ് കിട്ടിയത്, അവാർഡ് മേടിച്ചത് പൊടിയാണ്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് എത്താൻ പറ്റില്ലായിരുന്നു, ഞാൻ UK-യിലായിരുന്ന സമയത്ത്. അവാർഡ് ദാന ദിവസം അസ്ലാമേരിക്ക് UK-യിൽ നിന്നും എത്താൻ സാധിച്ചില്ലെന്നും പകരം ആരതിപ്പൊടിയാണ് ആ അവാർഡ് ഏറ്റുവാങ്ങിയതെന്നും അതിനകത്ത് ഒത്തിരി നന്ദിയുണ്ടെന്നും അസ്ലാമേരി പറയുകയാണ്. അപ്പോൾ ഇന്റർവ്യൂവിന്റെ ബാക്കി ഡോക്ടർ ചോദിക്കുന്നത് എവിടെയാണ് UK-യിൽ എന്ന് ചോദിച്ചു തുടങ്ങുന്ന ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. ഈ അവാർഡ് കിട്ടിയതിനു ശേഷം മീഡിയസ് ബൈക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരിക്കണം, ഓരോ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹെൽത്തി ക്രിറ്റിസിസം ഓക്കെയാണ്, പക്ഷേ പർപ്പസ്ലി നമ്മൾ ഡിഗ്രേഡ് ചെയ്യാനും ഹറാസ് ചെയ്യാനും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ എന്നെ കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാൽ കമാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞു വരുന്നത്, അന്ന് ആ ഇൻഫ്ലുവൻസർ അവാർഡ് മേടിച്ച ശേഷം പുറത്ത് മാധ്യമപ്രവർത്തകർക്ക് കൊടുത്ത ബൈറ്റിൽ ഡോക്ടർ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ ഒരളവ് വരെ ശരിയാണെന്നും മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നവരെ ഞാൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കവാലക്കുറ്റി അടിച്ചു പൊട്ടിക്കും എന്ന് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് ഡോക്ടർ ഇവിടെ വിശദീകരിക്കുന്നത്. താൻ അങ്ങനെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഉണ്ടാക്കന്മാരെ ചാട്ടവാര കൊണ്ട് അടിക്കണമെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോ എന്റെ ക്യാരക്ടർ അങ്ങനെ, എന്റെ അടുത്ത് ആരും അങ്ങനെ വന്ന് നിന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ആൾക്കാർക്ക് അറിയാം ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത് പോകരത്തരം പറഞ്ഞാൽ തിരിച്ച് ഞാൻ പറയുന്ന ഒരു ടൈം അല്ല, ഞാൻ നല്ലവനായിട്ടുള്ള ഉണ്ണിയായിട്ട് നിന്നിട്ടില്ല. ക്രിറ്റിസിസം ഒരളവ് വരെ കറക്റ്റ് ആണെന്നും അത് കഴിഞ്ഞും മനഃപൂർവ്വം ക്രിറ്റിസൈസം ചെയ്ത് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നവരെ കണ്ടാൽ ചാട്ടവാറ് കൊണ്ട് അടിക്കണമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഡോക്ടർ പറയുന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ അസ്ലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയുള്ളവരെ അസ്ലയുടെ അടുക്ക കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അസ്ലയ്ക്ക് എന്താണ് തോന്നുന്നത്? അപ്പം അസ്ലാമേരി ആദ്യം ഉരുണ്ട് കളിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ വിടുന്നില്ല. ഡോക്ടർ അസ്ലാമേരിയെ കൊണ്ട് അതിനുള്ള ഉത്തരം പറയിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പോ ചാട്ടവാറുകൊണ്ട് മുഖത്തടിക്കലും നടന്നില്ലെങ്കിലും ഒരു പുച്ഛണ്ടായിരിക്കും മുഖത്ത്. നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റത്തില്ല, മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റൂല. അപ്പോൾ അവസാനം അസ്ലാമേരി പറയുന്നത്, തനിക്ക് ചാട്ടവാറ് കൊണ്ടൊന്നും അടിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ കാണുമ്പോൾ തനിക്ക് വെറും പുച്ഛം മാത്രമേ തനിക്ക് തോന്നുന്നുള്ളൂ എന്ന് അസ്ലാമേരി പറയുന്നുണ്ട്. അന്നേരവും ഡോക്ടർ വിടുന്നില്ല. ഡോക്ടർ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ എത്ര പേരുണ്ടാവുമെന്ന്. അപ്പോൾ അസ്ലാമേരി പറയുന്നുണ്ട്, കുറേ പേര് തൻ്റെ ലിസ്റ്റിലുണ്ടെന്നും തനിക്ക് വേറെ ഒന്നും അവരോടൊന്നും തോന്നുന്നില്ല എന്നും വെറും പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ എന്നുമാണ്
അസ്ലാമേരി പറയുന്നത്. നമുക്ക് ആ സീനോട് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ പുച്ഛം എന്ന് പറഞ്ഞ സമയത്ത് എത്ര പേര് മനസ്സിലൂടെ പോയി കാണും? കുറച്ചധികം പേര്, എണ്ണത്തിന്റെ അധികം കുറച്ച് പേര് പോയിട്ട് അല്ല, നമ്മൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടല്ല, ഏത് വ്യക്തി ആയിക്കോട്ടെ നമുക്ക് എന്തായാലും ഞാൻ ജെന്യൂൻ ആയിട്ട് ഒരു കാര്യം ചോദിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നാളായിട്ടുണ്ട് അല്ലെ, ഒരുപാട്. ഇപ്പം എത്ര വർഷമായി? 3.5 വർഷത്തിനിടയിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, ബെസ്റ്റ് ഫ്രണ്ട്സും ക്ലോസ് ഫ്രണ്ട്സും ചങ്കും ബഡ്ഡിയും ബെസ്റ്റിയും എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും സിൻസിയർ ആയിട്ടുണ്ടോ? നമ്മളടുത്ത് പിന്നീട് ചോദിക്കുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ഫ്രണ്ട്സും തിക്ക് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും, അതിൽ നിന്ന് ആരെയും അസ്ലയ്ക്ക് വിശ്വാസമുള്ളവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസ്ല ഒന്ന് തപ്പിച്ചവിട്ടുമ്പോൾ ആരതിപ്പൊടിയാണ് കയറി മറുപടി പറയുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കും, എല്ലാവരെയും ഒന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് പേര് ഉണ്ടായിരിക്കുമെന്നും ആരതിപ്പൊടി പറയുന്നുണ്ട്. എന്നിരുന്നാലും പ്രത്യേകിച്ച് ഒരാളെ എന്ന് എടുത്തു പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അസ്ലാമേരി പറയുന്ന മറുപടിയാണ്, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ആരോടും അധികം ക്ലോസ് കാണിക്കരുതെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറയരുത് എന്നുമാണ്. കാരണം എന്നേലും തങ്ങളുമായിട്ട് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയും. പക്ഷേ ഫ്രണ്ട്സിനിടയിലൊക്കെ ആണെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ചെയ്യുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുമെന്നുമാണ് അസ്ലാമേരി പറയുന്നത്. ആ സീനും നമുക്കൊന്ന് കാണാം. ഞാൻ പറയട്ടെ, അധികം നമ്മൾ ഒരുപാട് ഇപ്പൊ ഏതായിക്കോട്ടെ, യൂട്യൂബിലല്ല ഏതൊരു ഫീൽഡിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് ഡിസ്ക്ലോസ് ചെയ്യാം. നമുക്കറിയില്ല ഒരാളുടെ ഉള്ളിൽ ചന്ത് കയറിയിട്ട് ഇവര് നല്ലവരാണോ, നാളെ നമുക്ക് പണി തരുമോ മറ്റന്നാൾ പണി തരുമോ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എല്ലാവരോടും നമ്മളുടെ കുറച്ച് നമുക്ക് പേഴ്സണൽ സീക്രറ്റ്സ് ഉണ്ടാവും, പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ആരോട് പറയട്ടെ, യൂട്യൂബിൽ പ്രത്യേകിച്ച്. കാരണം യൂട്യൂബ് ആയ എന്താ പ്രശ്നം എന്നറിയോ, നമ്മുടെ സ്കൂളോ കോളേജോ കൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവര് ഫ്രണ്ട്സിന്റെ ഇടയിലേ സംസാരിക്കത്തുള്ളൂ. യൂട്യൂബ് ആ പ്രശ്നം അടി ഉണ്ടാക്കി ചിലപ്പോൾ പബ്ലിക്കിൽ വന്നിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ചില ന്യൂസുകളൊക്കെ ഇടുമ്പോൾ എയറിൽ കയറാറുണ്ടോ എന്നും അപ്പോൾ എയറിൽ കയറുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നോ ആണ്. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അത് വിവാദമാകുമ്പോൾ എല്ലാ ചാനലുകാരും എടുത്ത് എയറിൽ കയറ്റുന്നതിനെ കുറിച്ചാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ആരതിപ്പൊടി കയറി വീഴുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരതിപ്പൊടി ഒരു കോമഡി മാതിരിയാണ് ഇടയ്ക്ക് കയറി വീഴുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിനും അസ്ലാമേരി എയറിൽ കയറാറില്ലെന്നും ഇടയ്ക്ക് 1-2 പ്രാവശ്യം മാത്രമേ കയറിയിട്ടുള്ളത് എന്നുമാണ് ആരതിപ്പൊടി പറയുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ പറയുന്നതിനകത്ത് തന്നെ നമുക്കൊരു കാര്യം ഊഹിക്കാം, അസ്ലാമേരി ഒരേ ഒരു വട്ടമാണ് ശരിക്ക് എയറിൽ കയറിയിരുന്നത്. നമ്മുടെ ബിഗ് ബോസ് ജാസ്മിനുമായിട്ടുള്ള ഇഷ്യൂവുമായിട്ടാണ് അന്ന് അസ്ലാമേരി എയറിൽ കയറിയത്. അതിനുശേഷം അസ്ലാമേരി ഇവിടെ നിന്ന് തന്നെ ലണ്ടനിലേക്ക് പറന്നുപോയി. അതിനെക്കുറിച്ചാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എടുത്തോന്ന് വെച്ചാൽ സന്തോഷം എയറിൽ കയറുമ്പോൾ നിന്ന് കിട്ടും അല്ലെങ്കിൽ അടുത്ത് ഏറി കയറുമ്പോൾ അസ്ലാമേരി പറയുന്നത് എന്നൊന്ന് ഇത് നിന്ന് കിട്ടും എന്ന ചിന്താഗതിയാണ്. പക്ഷെ അതിനിടയ്ക്കും ആരതിപ്പൊടി ഗോളടിക്കുന്നുണ്ട്. ഏറി കയറുമ്പോൾ സന്തോഷമാണ് എന്നാണ് ആരതിപ്പൊടി പറയുന്നത്. തന്നെയുമല്ല, ട്രോളർമാരൊക്കെ ട്രോളുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് ഡോക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നത്, അങ്ങനെ തൻ്റെ വീഡിയോയ്ക്ക് ട്രോളർമാർ കുറവായിരുന്നു എന്നും അല്ലാതെ തന്നെയാണ് ഏറിയിൽ കയറിയിരുന്നത് എന്നാണ് അസ്ല പറയുന്നത്. ട്രോൾ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ അത്ര വന്നിട്ടില്ല. നമുക്ക് വിഷമുണ്ടാവാം, റിയാക്ഷൻ വീഡിയോസ് ചില സംഭവങ്ങള് കുറച്ച് കാണുമ്പോൾ നമുക്ക് നല്ലപോലെ ഹേർട്ട് ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തതായിരിക്കും പറയാ, അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് പോലും കറക്റ്റ് അറിയാണ്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് എന്നുള്ള വിഷമം തോന്നും. ട്രോളർമാരുടെ വീഡിയോയെക്കാട്ടിലും കൂടെ റിയാക്ഷൻ വീഡിയോ ആണ് തന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നതെന്നും ചിലത് ശക്തമായിട്ട് താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് റിയാക്ഷൻ നടത്തുന്നതെന്നും ആണ് ഹില പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. അസ്ലയുടെ ചാനലിൽ വന്ന ഫുൾ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഡോക്ടറുടെ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കാണാവുന്നതാണ്.